ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ജപ്പാനെ പിടിച്ചുലച്ചുകൊണ്ട് ഒരു വൻ ഭൂകമ്പം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 7.5 രേഖപ്പെടുത്തിയിട്ടുള്ള വലിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. സാൻഡിക്കു തീരത്ത് നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെ 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. പിന്നാലെ സുനാമി മുന്നറിയിപ്പുകൾ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ തീരദേശങ്ങളിൽ നൽകിയിരുന്നു. ഇപ്പോൾ ആദ്യത്തെ ഒരു സുനാമി തിരമാല ആഞ്ഞടിച്ചിരിക്കുന്നത് മിയാക്കോ തുറമുഖത്താണ്. മിയാക്കോ തുറമുഖത്ത് 40 സെന്റിമീറ്റർ ഉയരത്തിൽ ആദ്യത്തെ സുനാമി തിരമാല ആഞ്ഞടിച്ചതായിട്ട് ഇപ്പോൾ BBC റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നാലെ ഇപ്പോൾ ഹോക്കൈഡോ, ഇവേറ്റ് തുടങ്ങിയ തീരദേശങ്ങളിലും സുനാമി മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അമോറി തീരത്തു നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെ സുനാമി തിരമാലകൾ തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവെന്നും അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സുനാമി ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളോട് എത്രയും പെട്ടെന്ന് ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രിയും സനെ തയാക്കിച്ചിയും അതുപോലെ തന്നെ അധികൃതരും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു ഭൂകമ്പമാണ് ജപ്പാൻ തീരത്ത്